എല്ലാവർക്കും നമസ്കാരം. ഇന്ന് നടന്ന മ്യൂസിയം അറ്റൻഡൻറ്റ് പരീക്ഷയിലെ കണക്ക് ഭാഗത്തെ 10ഓളം ചോദ്യങ്ങളാണ് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. നമുക്ക് LGS പരീക്ഷയ്ക്ക് പ്രിപ്പയർ ചെയ്യുന്ന ആളുകളാണെന്നുണ്ടെങ്കിലും ഒരു 10th ലെവൽ പരീക്ഷകൾക്ക് പ്രിപ്പയർ ചെയ്യുന്ന ആളാണെന്നുണ്ടെങ്കിലും ഈ ചോദ്യങ്ങൾ കൊണ്ട് ഉപകാരം ഉണ്ടാവും. അപ്പോൾ നമുക്ക് ആദ്യത്തെ ചോദ്യം നോക്കാം. എക്സിൻ്റെ 15% എന്നത് വൈയുടെ 20%-ന് തുല്യമായാൽ x/y എത്ര എന്നാണ് പറയുന്നത്. അതായത് എക്സിൻ്റെ 15% എന്ന് പറഞ്ഞാൽ എത്രയാ? 15% എന്ന് പറഞ്ഞാൽ എത്രയാ? 15/100 ആണല്ലോ. ഗുണിക്കണം എന്ത്? എക്സ്. അതല്ലേ എക്സിൻ്റെ 15% എന്ന് പറഞ്ഞാൽ? എക്സിൻ്റെ 15% എന്ന് പറഞ്ഞാൽ എന്താണ്? 15/100 ഗുണിക്കണം എക്സ് ആണ്. മറക്കില്ലല്ലോ. അപ്പോൾ ഇനി നോക്ക്, അതെന്താണെന്നാണ് പറഞ്ഞത്? വൈയുടെ 20%-ന് തുല്യമാണ് എന്നാണ് പറഞ്ഞത്. എങ്ങനെയാണെങ്കിൽ നോക്ക്, വൈയുടെ 20% എന്ന് പറഞ്ഞാൽ 20/100 ഗുണിക്കണം എന്താണ്? വൈ ആണല്ലോ. ഇനി നമുക്കിത് എന്ത് ചെയ്യാം? വെട്ടാലോ. ഈ 100ഉം നമുക്ക് എന്ത് ചെയ്യാം? വെട്ടി ചെറുതാക്കാം. ഇവിടെ എന്താണ്? ഇവിടെ ഡിവിഷനാണ്, ഇവിടെ ഹരണത്തിലാണ്, ഇവിടെയും ഹരണത്തിലാണ് 100. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം? അത് രണ്ടും വെട്ടി കളയാം. ഓക്കെ ആണല്ലോ. എങ്കിൽ ഇനി എന്തായത്? 15x = 20y എന്നായി. 15x = 20y എന്നായി. ഇനി എന്ത് ചെയ്യാം? ഇവിടെയും വെട്ടാലോ. ഇവിടെ എത്ര കൊണ്ട് വെട്ടാം? 5 കൊണ്ട് വെട്ടുകയാണെന്നുണ്ടെങ്കിൽ എത്രയാ? 3 എന്ന് കിട്ടും. ഇവിടെ 5 കൊണ്ട് വെട്ടിയാൽ 4 എന്ന് കിട്ടും. അതായത് 3x = 4y എന്ന് നമുക്ക് കിട്ടും. എന്താ കിട്ടിയത്? 3x = 4y എന്ന് നമുക്ക് കിട്ടി. ഓക്കെ ആണല്ലോ. ഇനി എന്തെഴുതാം? ഇനി ഇതിനു മുമ്പ് നിങ്ങളൊരു കാര്യം നോക്കുക. x/y എന്ന് പറഞ്ഞാൽ എന്തായിട്ട് എഴുതിയാൽ മതി? x/y തുല്യമായിരിക്കും. x/y എന്ന് പറഞ്ഞാൽ എന്താണ്? x/y എന്നുള്ള പോലെ എഴുതുന്നതിന് തുല്യമായിരിക്കും. മറക്കില്ലല്ലോ. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ അപ്പോൾ നമുക്ക് ഈ രൂപത്തിലാക്കിയാൽ പോരെ. അപ്പോൾ നോക്ക്, ഈ എക്സിനെ അവിടെ നിർത്തി. ഇനി എന്ത് ചെയ്യുന്നു? ആ വൈയെ എക്സിൻ്റെ ഡിവിഷനായിട്ട് വരും അല്ലേ? ഇങ്ങോട്ട് വരുമ്പോൾ സമത്തിൻ്റെ അപ്പുറത്തോട്ട് പോകുമ്പോൾ താഴേക്ക് വരും. സമം എന്താണ്? ഈ 4 അവിടെ തന്നെ ഉണ്ട്. ഈ 3 ഇവിടെ ഗുണിക്കലാണ്. അപ്പോൾ അപ്പുറത്തോട്ട് പോകുമ്പോൾ എന്താവും? ഹരിക്കലാവും. അപ്പോൾ എന്തായി? x/y എന്ന് പറയുന്നത് എന്താണ്? 4/3 എന്ന് നമുക്ക് കിട്ടി. x/y എന്ന് പറയുന്നത് എന്താണ്? 4/3 എന്ന് നമുക്ക് കിട്ടി. അപ്പോൾ നോക്ക്, x/y എന്ന് പറയുന്നത് x/y തുല്യമല്ലേ? അപ്പോൾ എന്താണ്? x/y എന്ന് പറയുന്നത് അപ്പോൾ എന്തായി? 4/3 തുല്യമായി. മനസ്സിലായല്ലോ. അങ്ങനെയാണെങ്കിൽ ഇങ്ങനെ ഒരു ചോദ്യം വരികയാണെന്നുണ്ടെങ്കിൽ ഇതിനൊരു ഷോർട്ട് കട്ട് ഉണ്ട്. പെട്ടെന്ന് നമുക്ക് ചെയ്യാം. ഇത്രയും സമയവും എഴുതൊന്നും വേണ്ട. ഇത് നോക്കിക്കോ. ഇങ്ങനെ ഒന്നും ചെയ്യാൻ നിൽക്കണ്ട. ഇത് നോക്ക്, എക്സിൻ്റെ 15% എന്നത് വൈയുടെ 20%-ന് തുല്യമായാൽ, അങ്ങനെയല്ലേ പറഞ്ഞേക്കുന്നത്? അങ്ങനെ തരികയാണെന്നുണ്ടെങ്കിൽ x/y എന്ന് പറയുന്നത് എന്തിനു തുല്യമായിരിക്കും എന്നറിയോ? വൈയുടെ ശതമാനം. നമുക്കിവിടെ വൈയുടെ ശതമാനം എത്രയാ? 20 അല്ലേ? എക്സിൻ്റെ ശതമാനം. ഞാൻ എന്താ പറഞ്ഞത്? x/y എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും? ഇതുപോലെയാണ് ചോദ്യമെങ്കിൽ എക്സിൻ്റെ 15% എന്നുള്ളതിന് പകരം a% എന്ന് എടുക്ക്. ഇതിന് b% എന്ന് തരികയാണെന്നുണ്ടെങ്കിൽ എന്തായിരിക്കും? x/y എന്ന് പറഞ്ഞാൽ വൈയുടെ b% എന്താണ്? എക്സിൻ്റെ a% ആയിരിക്കും എന്ത്? x/y എന്ന് പറയുന്നത്. മനസ്സിലായല്ലോ. അപ്പോൾ ഇവിടെ ഉത്തരം എന്തായിരിക്കും? ഉത്തരം? x/y എന്തായിരിക്കും നമ്മുടെ കേസിൽ? നേരെ തിരിച്ചെഴുതുക. ആദ്യം ഇത് എഴുതുക, പിന്നെ ഇത് എഴുതുക. അപ്പോൾ എന്താണ്? 20:15 റേഷ്യോ അല്ലേ? അപ്പോൾ എന്തെഴുതാം? 5 കൊണ്ട് വെട്ടിക്കൂടെ? അപ്പോൾ എത്രയായി? 5 കൊണ്ട് വെട്ടിക്കഴിഞ്ഞാൽ ഇവിടെ 4 ആയി, ഇവിടെ 3 ആയി. അപ്പോൾ നമ്മുടെ ഉത്തരം 4:3 ആയി. ഓക്കെ ആണല്ലോ. ഇത് മനസ്സിലായല്ലോ. അപ്പോൾ ആദ്യത്തെ ചോദ്യത്തിൻ്റെ ഉത്തരം 4:3. അടുത്ത ചോദ്യം നോക്കാം. ഇതിപ്പോൾ അടുത്ത് നമ്മൾ ചെയ്തൊരു ക്വസ്റ്റ്യൻ പേപ്പറിൽ ഉണ്ടായിരുന്നു. ഒരു ക്ലാസ്സിലെ 10 കുട്ടികൾ പരസ്പരം ഹസ്തദാനം ചെയ്താൽ ആകെ എത്ര ഹസ്തദാനം നടക്കും എന്നാണ് ചോദിച്ചേക്കണേ. എന്താ ചോദിച്ചേക്കണേ? ഒരു ക്ലാസ്സിലെ 10 കുട്ടികൾ പരസ്പരം ഹസ്തദാനം. ഞാനപ്പോൾ ഇതിലൊരു ക്ലാസ്സിലൊരാൾ ചോദിച്ചിരുന്നു, ഒരു സംശയമായിട്ട് ചോദിച്ചിരുന്നു, ഹസ്തദാനങ്ങൾ എങ്ങനെ? ഇതേ ചോദ്യം തന്നെയാണ്. ഈ സെയിം ചോദ്യത്തിനാണ് അയാൾ സംശയം ചോദിച്ചത്. 10 കുട്ടികൾ ഹസ്തദാനം കൊടുക്കുമ്പോൾ 10ൽ നിന്ന് 1 കുറച്ചിട്ട് 10 കൊണ്ട് ഗുണിച്ചാൽ 90 കിട്ടും. അത്രയും ഹസ്തദാനങ്ങൾ നടക്കില്ലേ എന്ന് അയാൾ ചോദിച്ചു.
സംഭവം അയാൾ ഉദ്ദേശിച്ചത് കറക്റ്റാണ്. പക്ഷെ എന്താണ് പ്രശ്നം എന്ന് വിചാരിച്ചാൽ ഇവിടെ ഒരു കുട്ടിയുണ്ട്, അതുപോലെ ഇവിടെ ഒരു കുട്ടിയുണ്ട്. ഇവർ രണ്ടുപേരും കൂടി ഹസ്തദാനം കൊടുക്കുമ്പോൾ അവിടെ ആകെ ഒരൊറ്റ ഹസ്തദാനം മാത്രമേ നടക്കുന്നുള്ളൂ. ഈ രണ്ടു പേരും ഓരോരോ ഹസ്തദാനം ചെയ്യുന്നതിന് പകരം എന്താ ഉണ്ടാവുന്നത്? അപ്പോൾ ഒറ്റ ഹസ്തദാനം മാത്രമേ ഉണ്ടാവുന്നുള്ളൂ. പക്ഷെ മറിച്ച് ഇവർ രണ്ടുപേരും പരസ്പരം ഗിഫ്റ്റുകൾ കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ ഇയാൾക്കൊരു ഗിഫ്റ്റും കിട്ടും, ഇയാൾക്കൊരു ഗിഫ്റ്റും കിട്ടും. മനസ്സിലായോ? അപ്പോൾ എന്താണ് മനസ്സിലായത്? ഹസ്തദാനം ചെയ്യുമ്പോൾ എന്താണ്, രണ്ട് പേര് കൊടുക്കുമ്പോഴും ഒരു ഹസ്തദാനമാണ് അവിടെ ഉണ്ടാവുന്നത്. പക്ഷേ ഇതിനൊരു ഇക്വേഷൻ നമ്മൾ പഠിച്ചിട്ടുണ്ട് അല്ല? എന്തായിരുന്നു നമ്മുടെ ഇക്വേഷൻ? ഹസ്തദാനം കാണാനുള്ള ഇക്വേഷൻ പഠിച്ചിട്ടുണ്ടല്ലോ. ആ ഇക്വേഷൻ എന്തായിരുന്നു? ഹസ്തദാനങ്ങളുടെ എണ്ണം എന്ന് പറയുന്നത് n × n-1 ഡിവൈഡഡ് ബൈ 2. നമ്മൾ പഠിച്ചതാണ് അല്ലേ? ഹസ്തദാനങ്ങളുടെ എണ്ണം സമം n എന്ന് പറഞ്ഞാൽ എന്താ? എത്ര ആളുകളാണ് ഹസ്തദാനം കൊടുത്തതെന്നാണ്. അപ്പോൾ എത്ര പേരുണ്ടായിരുന്നു? 10 ആളുകൾ ഉണ്ടായിരുന്നു. അപ്പോൾ നമുക്ക് ഇത് ഇവിടെ അപ്ലൈ ചെയ്താൽ മതിയല്ലോ. 10 ഗുണിക്കണം 10 - 1 ഡിവൈഡഡ് ബൈ 2. അപ്പോൾ ഇനി പറ എന്താണ്? 10 ഗുണിക്കണം 9/2 അല്ലേ? 10 ഗുണിക്കണം 9 എത്രയാ? 90 ഡിവൈഡഡ് ബൈ 2. നമ്മുടെ ഉത്തരം എത്രയായിരിക്കും? 45. നമ്മുടെ ഉത്തരം എത്രയായിരിക്കും? 45. ഓപ്ഷൻ ഡി ആണ് കറക്റ്റ് ആൻസർ. സെയിം ചോദ്യം പ്രീവിയസ് ആണ്, നമ്മൾ ചെയ്തതുമാണ് കേട്ടോ. എങ്കിൽ അടുത്ത ചോദ്യം നോക്കാം. 4701 ഏത് സംഖ്യ കൂട്ടിയാൽ തൊട്ടടുത്തുള്ള പൂർണ്ണവർഗമാകും? അതായത് തൊട്ടടുത്തുള്ള പെർഫെക്റ്റ് സ്ക്വയർ 4701 തൊട്ടടുത്തുള്ള പെർഫെക്റ്റ് സ്ക്വയർ ഏതാണെന്ന് നമ്മൾ കണ്ടുപിടിക്കണം ആദ്യം. എന്നാലേ എന്ത് ചെയ്യാൻ പറ്റുള്ളൂ? നമുക്ക് ഇതിനോട് എത്ര കൂട്ടിയാലേ പൂർണ്ണവർഗം ആവുള്ളൂ എന്ന് കണ്ടുപിടിക്കാൻ പറ്റുള്ളൂ. അപ്പോൾ നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇങ്ങനത്തെ ഒരു ചോദ്യം വന്നാൽ നമുക്ക് തൊട്ടടുത്തുള്ള പൂർണ്ണവർഗം ഏതാണെന്ന് നമുക്ക് അറിയാൻ വേണ്ടിയിട്ട് എന്ത് ചെയ്താൽ മതി? നമ്മളൊരു ഗസ് എടുക്കുക, നമ്മൾ ആലോചിച്ച് മനസ്സിലാക്കണം. ഇപ്പം ഞാൻ ഈ 4701 അടുത്ത് എനിക്കറിയുന്ന ഒരു പൂർണ്ണവർഗ സംഖ്യ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് 4900 അതെന്തിൻ്റെ സ്ക്വയറാ? 70ൻ്റെ സ്ക്വയർ. എനിക്കറിയുന്നത് എന്താണ്? 4900 ആണ്. അതെന്താണ്? 70ൻ്റെ സ്ക്വയറാ. നിങ്ങൾ നോക്ക്, 4970ൻ്റെ സ്ക്വയറാന്ന് എനിക്ക് എങ്ങനെ കിട്ടി? ഞാൻ ഇത് കാണാതെ പഠിച്ചു വെച്ചതാണോ? അല്ല. എന്തുകൊണ്ടാ? ഈ 49 എന്ന് പറഞ്ഞാൽ എന്താ? 7ൻ്റെ സ്ക്വയറാ. ഈ 4900 എന്ന് പറഞ്ഞാൽ 49 ഗുണിക്കണം 100 ആണല്ലോ. 49 ഗുണിക്കണം 100 അല്ലേ 4900 എന്ന് പറയുന്നത്. അപ്പം ഞാൻ ഈ 49 എന്ന് പറഞ്ഞാൽ 7ൻ്റെ സ്ക്വയറാ, 100 എന്ന് പറയുന്നത് 10ൻ്റെ സ്ക്വയറാ. അപ്പം എന്ത് ചെയ്തു? 7 × 10 70. 70ൻ്റെ സ്ക്വയർ ആയിരിക്കും എന്ത്? 4900. അങ്ങനെയാണ് എനിക്കിത് കിട്ടിയത്. അല്ലാതെ ഞാനിത് എന്ത് ചെയ്തതല്ല, കാണാതെ പഠിച്ചു വെച്ചല്ല. നിങ്ങളും അതുപോലെ ആലോചിച്ച് കണ്ടുപിടിക്കണം. ഓക്കെ ആണല്ലോ? ഇനിയിപ്പോൾ ഒരു എക്സാമ്പിൾ പറയുകയാണെന്നുണ്ടെങ്കിൽ നമുക്കറിയുന്ന 6400 എന്തിൻ്റെ സ്ക്വയറാ? 64. ഏതാ? 8 × 8 64 അല്ലേ? അപ്പോൾ 80ൻ്റെ സ്ക്വയറാണ് 6400. ഇനി അങ്ങനെ ഉണ്ടെങ്കിൽ വേറെ നോക്ക്, 2500 എന്തിൻ്റെ സ്ക്വയറാ? 2500 എന്തിൻ്റെ സ്ക്വയറാ? 25. എന്താ? 5. അപ്പോൾ ഒരു 0 കൂടി അല്ലേ? 50ൻ്റെ സ്ക്വയർ ആണ് എന്ത്? 2500. ഇപ്പോൾ മനസ്സിലായല്ലോ എങ്ങനെ കിട്ടിയെന്ന്? അപ്പോൾ ഇനി നമുക്ക് 4970ൻ്റെ സ്ക്വയറാ, പക്ഷെ 4701 മതി നമുക്ക് അല്ലേ? അപ്പോൾ നമുക്ക് കുറച്ച് വ്യത്യാസം ഉള്ളതുകൊണ്ട് നമുക്ക് എന്ത് ചെയ്യാം? ഒരു ഗസ് ചെയ്യണം എന്നുള്ളതുകൊണ്ട് താഴത്തുള്ള സംഖ്യ കൂടി എടുക്കണം. 69ൻ്റെ സ്ക്വയർ കൂടി നമ്മൾ കാണണം. അപ്പോൾ 69ൻ്റെ സ്ക്വയർ കാണാൻ വേണ്ടി നമ്മൾ എന്ത് ചെയ്യാണ്? 69 ഗുണിക്കണം 69 ചെയ്യാണ്. 69 ഗുണിക്കണം 69 ചെയ്യാണ്. ചെയ്താൽ 9 × 9 81 ശിഷ്ടം 8. 9 × 6 54. അപ്പോൾ ഒരു 8 കൂടി ഉണ്ട്. 54 8 കൂട്ടിയാൽ എത്രയാ? 2. എത്രയാ? 62. ഇനി നോക്ക്, 9 × 6 എത്രയാ? വീണ്ടും 9 × 6 54. ശിഷ്ടം 5 ആണ്. എന്താണ്? 6 6 36. 36 5 41. ഇനി ചെയ്താൽ എത്രയാണ്? കൂട്ടിയാൽ എത്ര കിട്ടുക? 1 6 7 4. 4761 എന്ന് കിട്ടി. 4701 അടുത്തുള്ള സംഖ്യയാണ് 4761. ഇനി ഇതാണെന്ന് ഉറപ്പിച്ചിട്ട് ചെയ്യാൻ പറ്റുമോ? ഇല്ലേ? കാരണം നമുക്ക് ചെയ്യാൻ എന്തുണ്ട്? ഒരു 68 എന്ന് പറഞ്ഞ സംഖ്യ ഉണ്ട്, അതിൻ്റെ സ്ക്വയറും കൂടി ഒന്ന് ചെയ്ത് നോക്കണം. വേണ്ടേ? അങ്ങനെയാണെന്നുണ്ടെങ്കിൽ അതൊന്ന് നോക്കുക. 68 × 68. 68 × 68 ചെയ്താൽ എത്ര കിട്ടുക? 8 8 64. ശിഷ്ടം 6. 8 5 40. 8 6 48. 48 6 കൂട്ടിയാൽ എത്രയാ? 54. 48 6 കൂട്ടിയാൽ 54. ഇനി ഇവിടെ നോക്ക്, 8 5 40. 8 6 48. 48 ശിഷ്ടം എത്രയാ? അപ്പോൾ 4. 6 6 36. 36 4.
36 4 40 നമുക്ക് കിട്ടി. അപ്പോൾ ഇനി ഇത് കൂട്ടിക്കഴിഞ്ഞാൽ 4, ഇനി 8 4 കൂട്ടിയാൽ 2, ശിഷ്ടം 1, 6 4, 4624 എന്ത് 68ന്റെ സ്ക്വയർ. എത്രയാണ്? 4624 ആണ്. പക്ഷെ നമ്മുടെ സംഖ്യ ഏതാ? 4701 അല്ലേ? 4701 അല്ലേ നമ്മുടെ സംഖ്യ എന്ന് പറയുന്നത്. അപ്പോൾ എന്ത് ചെയ്യാൻ പറ്റില്ല? 68 നമ്മൾ കൺസിഡർ ചെയ്യണ്ട. അപ്പോൾ എന്താണ് 4701 4701ന്റെ തൊട്ടടുത്തുള്ള പൂർണ്ണവർഗ സംഖ്യ ഏതായിരിക്കും? അപ്പോൾ 69 ആയിരിക്കും. അതെത്രയാണ്? 69 സ്ക്വയർ എത്രയാണത്? 4761. 4761 ആണ് എന്ത് 4701ന്റെ തൊട്ടടുത്തുള്ള പൂർണ്ണവർഗ സംഖ്യ. അപ്പൊ ഇനി നോക്ക്, അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഏത് സംഖ്യ കൂട്ടിയാൽ 4701 പൂർണ്ണവർഗ സംഖ്യ കിട്ടുന്നതാണ്. അപ്പൊ നമ്മൾ എന്ത് ചെയ്താൽ മതി? ആ സംഖ്യ കൂട്ടുന്ന സംഖ്യ കാണാൻ അതിൽ നിന്ന് നമ്മുടെ പൂർണ്ണവർഗ സംഖ്യയിൽ നിന്ന് എന്ത് ചെയ്യുക? 4701 കുറയ്ക്കുക. എത്ര കിട്ടുക? 60 എന്ന് കിട്ടും. നമ്മുടെ ഉത്തരം ഓപ്ഷൻ ബി 60 ആണ്. മനസ്സിലായല്ലോ? എങ്കിൽ അടുത്ത ചോദ്യം നോക്കാം. അടുത്ത ചോദ്യം ബോർഡ് മാസിലുള്ള ഒരു ചോദ്യമാണ് അല്ലേ? നമ്മളിത് പഠിച്ചതാണ്. അപ്പോൾ എന്ത് ചെയ്യും? ആദ്യം നമ്മളൊന്ന് ബോർഡ് മാസ് എന്ന് എഴുതി. ബോർഡ് മാസിലുള്ള ചോദ്യമാണ്. അപ്പോൾ നമ്മൾ ബ്രാക്കറ്റ് ഉണ്ടോ നോക്കി. ബ്രാക്കറ്റ് ഉണ്ട് അല്ലേ? 14 + 8 ഉണ്ട്. 14 8 കൂട്ടിയാൽ എത്രയാ? 22 ആണ് 14 8 കൂട്ടിയാൽ. അപ്പോൾ നമ്മൾ ബ്രാക്കറ്റിലുള്ള ചെയ്തു. ഇനി എന്താ പറയണത്? ഓഫ് ഉണ്ടോ എന്നാ നോക്കണ്ടേ? പക്ഷെ ഓഫ് ഇല്ലല്ലോ. അപ്പോൾ അതും നമ്മൾ വെട്ടിക്കളഞ്ഞല്ലോ. ഇനി നോക്ക് ഡിവിഷൻ ഹരണം ഉണ്ടോ നോക്കണ്ടേ? ഹരണം ഉണ്ടോ? ഉണ്ട്. ഇവിടെ ഒരു ഹരണം ഉണ്ട് അല്ലേ? 36 ഹരിക്കണം 9. നമുക്കറിയാം 36 9 കൊണ്ട് ഹരിച്ചാൽ എത്ര? 9 4 36 ആണ്. ഓക്കെ ആണല്ലോ? അപ്പൊ ഇനി അത് കഴിഞ്ഞു. ഇനി ഏതാ ഉള്ളത്? മൾട്ടിപ്ലിക്കേഷൻ. എന്താ? ഗുണനം ഉണ്ടല്ലോ. ഇവിടെ ഇതാക്കുന്നു 5 ഗുണിക്കണം 4 20 കഴിഞ്ഞില്ലേ? അപ്പൊ ഇനി നോക്കി ഇതൊന്ന് എടുത്തെഴുതാണെന്നുണ്ടെങ്കിൽ 20 കൂട്ടണം 22 കുറയ്ക്കണം 4. ഇനി എന്ത് ചെയ്താൽ മതി? സാധാരണ പോലെ കൂട്ടിയാൽ മതി അല്ലെ? ഇനി അടുത്തത് അഡീഷൻ ആണ്, പിന്നെ സബ്ട്രാക്ഷൻ ആണ്. അപ്പൊ ഇനി നമ്മൾ കൂട്ടുകയാണെന്നുണ്ടെങ്കിൽ 20 22 കൂട്ടിയാൽ 42. 42ൽ നിന്ന് 4 പോയാൽ നമ്മുടെ ഉത്തരം എത്രയായിരിക്കും? 38. ഓപ്ഷൻ ഡി ആണ് എന്ത് ഇതിലെ കറക്റ്റ് ആൻസർ. ഇത് നിങ്ങൾക്ക് ചെയ്യാൻ കഴിയും അല്ലേ? എങ്കിൽ അടുത്ത ചോദ്യം നോക്കാം. വീണ്ടും നമ്മൾ ചെയ്ത ചോദ്യമാണിത് അല്ലെ? 1 മുതൽ 50 വരെയുള്ള തുടർച്ചയായ എണ്ണൽ സംഖ്യകളുടെ തുക എത്ര എന്നാ ചോദിച്ചേക്കണേ. സിമ്പിൾ ചോദ്യമാണ്. നമുക്കറിയാം എണ്ണൽ സംഖ്യകളുടെ തുക കാണാൻ എന്ത് ചെയ്യണം? തുടർച്ചയായ എണ്ണൽ സംഖ്യകളുടെ തുക കാണാൻ എന്ത് ചെയ്യണം? എണ്ണൽ സംഖ്യകളുടെ തുക എന്ന് പറയുന്നത് എന്താണ്? n × n + 1 ഡിവൈഡഡ് ബൈ 2. n × n + 1 ഡിവൈഡഡ് ബൈ 2. അങ്ങനെയാണെന്നെങ്കിൽ ഇവിടെ പറയൂ എന്താണ്? n എത്രയാ? 50 വരെയാണ് അല്ലേ? അപ്പൊ n എത്രയായിരിക്കും? 50 ആയിരിക്കും. n + 1 50 കൂട്ടണം 1 എത്രയാണ്? 51 ഡിവൈഡഡ് ബൈ 2. കറക്റ്റ് ആണല്ലോ? അങ്ങനെയാണെന്നുണ്ടെങ്കിൽ പറ ഇനി എന്ത് ചെയ്യും? 50നെ 2 കൊണ്ട് വെട്ടിക്കൂടെ? 50നെ 2 കൊണ്ട് വെട്ടാലോ? എത്ര വരിക? 25. നമുക്ക് എന്തായി? 25 ഗുണിക്കണം 51 എന്ന് ചോദ്യത്തിൽ വന്നു. ഈ 25നെ 51 കൊണ്ട് ഗുണിക്കാൻ നമ്മൾ സാധാരണ പോലെ 51 ഗുണിക്കണം 25 എന്ന് പറഞ്ഞിട്ട് ചെയ്ത് നമുക്ക് ഉത്തരം കണ്ടുപിടിക്കാം. നിങ്ങൾക്ക് അങ്ങനെ അറിയാമെങ്കിൽ നിങ്ങൾ അങ്ങനെ ചെയ്ത് കണ്ടുപിടിച്ചോ. ഞാനൊന്ന് ഇതിനു മുമ്പ് ചെയ്യാൻ പറഞ്ഞിട്ടുണ്ട് ഒരു കാര്യം. ഇത് നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്നുണ്ടെങ്കിൽ ഈ മെത്തേഡ് ഫോളോ ചെയ്യുക. ഞാൻ പറയുന്ന മെത്തേഡ് ഫോളോ ചെയ്യുക. പക്ഷെ അല്ലാത്തവരെന്ത് ചെയ്താൽ മതി? 51 ഗുണിക്കണം 25 ചെയ്താൽ മതി. ഒരു കുഴപ്പമില്ല. 51 ഗുണിക്കണം 25 ചെയ്താൽ നമ്മുടെ ഉത്തരമായി. അപ്പൊ ഇനി നോക്ക്, 25 ഗുണിക്കണം 51 ചെയ്യാൻ വേണ്ടിയിട്ട് ഞാൻ എന്താ ചെയ്യുന്നത്? 51ന്റെ നേർപകുതി എടുക്കുകയാണ്. 51ന്റെ നേർപകുതി എടുക്കുകയാണ്. 51ന്റെ നേരെ പകുതി എന്ന് പറഞ്ഞാൽ എത്രയാ? 25.5 അല്ലേ? 51ന്റെ നേരെ പകുതി എന്ന് പറഞ്ഞാൽ എത്രയാ? 25.5 അല്ലേ? ഇനി നോക്ക്, 25.5ന്റെ നേരെ പകുതി എത്രയാണ്? 25.5ന്റെ. അതായത് ഇങ്ങനെ പകുതി എടുക്കാൻ അറിയുന്ന ആളുകളോടാണ് ഞാൻ ഇത് ചെയ്യാൻ പറയുന്നത്. അല്ലാത്തവരെന്ത് ചെയ്യുക? 25 കൊണ്ട് ഗുണിക്കുക കേട്ടോ. അപ്പൊ ഇനി ഞാൻ ആദ്യം എന്ത് ചെയ്തു? ഒരു സംഖ്യയെ 25 കൊണ്ട് ഗുണിക്കാൻ വേണ്ടിയിട്ട് ഞാൻ ആദ്യം എന്ത് ചെയ്തു? 51ന്റെ നേർപകുതി, 51 സംഖ്യ, അതിനെ 25 കൊണ്ട് ഗുണിക്കാൻ വേണ്ടി ഞാൻ എന്ത് ചെയ്തു? അതിന്റെ നേർപകുതി ഞാൻ ചെയ്തു. എത്രയാ? 25.5. ഇനി എന്ത് ചെയ്തു? ഈ 25.5ന്റെ പകുതി കൂടി കാണുകയാണ്. 25.5ന്റെ നേർപകുതി എത്രയാണ്? 12.75.
എന്താ ചെയ്തത്? 51നെ 25 കൊണ്ട് ഗുണിക്കാൻ വേണ്ടിയിട്ട് എന്ത് ചെയ്തു? 51ന്റെ പകുതി കണ്ടു, അതെത്രയാ? 25.5. ഇനി എന്ത് ചെയ്തു? 25.5ന്റെ പകുതി കണ്ടു, 12.75. ഇതിനെ 100 കൊണ്ട് ഗുണിച്ചാൽ മതി. അതായത് ഉത്തരം എന്തായിരിക്കും? 1275. 1275. ഈ മെത്തേഡ് ബുദ്ധിമുട്ടാണെന്ന് ചില ആളുകളൊക്കെ വിചാരിക്കും. അത് നമ്മൾക്ക് പകുതി എടുക്കാൻ ബുദ്ധിമുട്ടായിട്ടാണ്. നിങ്ങൾ പകുതി എടുക്കുന്ന കാര്യത്തിലൊന്ന് സ്പീഡായി കഴിഞ്ഞാൽ ഈ മെത്തേഡിനേക്കാൾ നല്ലൊരു മെത്തേഡ് 25നെ കൊണ്ട് ഗുണിക്കാനില്ല. എന്നാലും കുഴപ്പമില്ല, ഇതേപോലെ ഗുണിക്കുകയാണെന്നുണ്ടെങ്കിൽ എന്ത് ചെയ്താൽ മതി? 5 × 1 5, 5 × 5 25, 2 × 1 2, 2 × 5 10. നമ്മുടെ ഉത്തരം 5 7 2 1 1275. 1275 ഓപ്ഷൻ എ ആണ് നമ്മുടെ ഉത്തരം. ഇപ്പൊ പറഞ്ഞപ്പോൾ ചിലപ്പോൾ തോന്നിയിട്ടുണ്ടാവും ഇതാണ് ഈസി എന്ന് അല്ലേ? പക്ഷെ നിങ്ങൾ പ്രാക്ടീസ് ചെയ്ത് കഴിഞ്ഞാൽ ഇത് ഈസി ആയിട്ട് മാറും കേട്ടോ. എങ്കിലും കുഴപ്പമില്ല, നമ്മുടെ ഉത്തരം എന്താണ്? 1275. അവസാനം ഉത്തരം കിട്ടുക എന്നുള്ളതാണ് നമ്മുടെ ലക്ഷ്യം. ഓക്കെ ആണല്ലോ? എങ്കിൽ അടുത്ത ചോദ്യം നോക്കാം. അടുത്ത ചോദ്യം നോക്കൂ. 6ാമത്തെ ചോദ്യം, 15 പോസ്റ്റ് കാർഡിന്റെ വില 2.25 രൂപയാണെങ്കിൽ 36 പോസ്റ്റ് കാർഡിന്റെ വില എത്ര എന്നാണ് ചോദിച്ചേക്കണേ. അപ്പോൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇത് 2 രീതിയിൽ ചെയ്യാം. ആദ്യത്തെ രീതി എന്ന് പറയുന്നത് 15 പോസ്റ്റ് കാർഡിന്റെ വില എന്ന് പറയുന്നത് 2.25 രൂപയാണ്. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഒരു പോസ്റ്റ് കാർഡിന്റെ വില എത്രയായിരിക്കും? 15 പോസ്റ്റ് കാർഡിന്റെ വില 2.25 ആണെങ്കിൽ ഒന്നിന്റെ വില എത്രയായിരിക്കും? 15 കൊണ്ട് ഹരിച്ചാൽ പോരെ. അപ്പൊ എന്താണ്? 2.25 ഹരിക്കണം 15. ഓക്കെ ആണല്ലോ? ഇത് ഹരിക്കാൻ എന്ത് ചെയ്താൽ മതി? ഞാൻ പറഞ്ഞിട്ടുണ്ട്, ദശാംശ സംഖ്യകളെ ഹരിക്കാൻ വേണ്ടിയിട്ട് എന്ത് ചെയ്താൽ മതി? അതിനെ പൂർണ്ണസംഖ്യ ആയിട്ട് എടുക്കുക. എത്രയാ? അപ്പോൾ 225 225. എന്നിട്ട് അതിനെ നമ്മുടെ 15 കൊണ്ട് ഹരിക്കുക അല്ലേ? അതുപോലെ നേരെ ഹരിക്കുക. എന്നിട്ട് എന്ത് ചെയ്യുക? ഉത്തരത്തിൽ എത്ര ദശാംശ സ്ഥാനം മാറ്റിയാണോ പോയിന്റ് ഇട്ടേക്കണത്, എത്ര ദശാംശം സ്ഥാനം മാറ്റിയിട്ടാണോ പോയിന്റ് ഇട്ടേക്കണത്, അത്രയും ദശാംശ സ്ഥാനം മാറ്റി പോയിന്റ് ഇടുക. ഇതല്ലേ നമ്മൾ പഠിച്ചിട്ടുള്ളത്. അപ്പൊ അങ്ങനെയാണെന്നുണ്ടെങ്കിൽ പറ 2.25 എനിക്ക് എങ്ങനെ എഴുതാം? 225 / 15 ആണ് ഞാൻ ചെയ്യുന്നത്. അപ്പൊ എങ്കിൽ പറ, ഒരു 15 ശിഷ്ടം എത്രയാണ്? 75 അല്ലേ? അങ്ങനെയാണെന്നുണ്ടെങ്കിൽ 5 × 15 ആണ് 75, ശിഷ്ടം 0. അതായത് 15ന്റെ സ്ക്വയർ അല്ലേ 225, നമുക്കറിയാം അല്ലേ? അപ്പൊ നമ്മുടെ ഉത്തരം എന്തായിരിക്കും? 15 എന്ന് എഴുതി നിർത്താമോ? 15 എന്ന് എഴുതി നിർത്താമോ? പറ്റില്ല. കാരണം എന്താണ്? ഇവിടെ 2 ദശാംശ സ്ഥാനങ്ങളുണ്ട് ഉത്തരത്തിലും. ആ 2 ദശാംശ സ്ഥാനങ്ങൾ 1 2 ഇവിടെ ഒരു പോയിന്റ് ഇടണം വേണ്ടേ? ഇപ്പൊ കറക്റ്റായി അല്ലേ? അതായത് ഒരു പോസ്റ്റ് കാർഡിന്റെ വില 0.15 ആണ്. എങ്കിൽ 36 പോസ്റ്റ് കാർഡിന്റെ വില എത്ര എന്നാ ചോദിച്ചേക്കണേ? എന്താ പറഞ്ഞേക്കണേ? 36 പോസ്റ്റ് കാർഡിന്റെ വില എത്രയാന്ന് ചോദിച്ചേക്കണേ. അപ്പൊ എന്ത് ചെയ്താൽ മതി? 36 പോസ്റ്റ് കാർഡിന്റെ വില കാണാൻ എന്ത് ചെയ്താൽ മതി? ഈ 0.15 എന്ന് പറഞ്ഞാൽ ഒരു പോസ്റ്റ് കാർഡിന്റെ വിലയാണ്. അതിനെ 36 കൊണ്ട് ഗുണിച്ചാൽ പോരെ? 36 കൊണ്ട് ഗുണിച്ചാൽ പോരെ? അങ്ങനെയാണെന്നുണ്ടെങ്കിൽ 0.15 എങ്ങനെ 36 കൊണ്ട് ഗുണിക്കും? വീണ്ടും കൺഫ്യൂഷൻ ആയോ? ഒരു കൺഫ്യൂഷനും വേണ്ട. എന്ത് ചെയ്താൽ മതി? അതിന് അതേപോലെ എടുത്തങ്ങ് ഗുണിച്ചോ. നമ്മളിപ്പോ ചെയ്ത അതേ മെത്തേഡ് 15 ഗുണിക്കണം 36 ചെയ്തോ. എങ്ങനെ ചെയ്താൽ വരിക? 6 5 30. ശിഷ്ട ഇനി ഇവിടെ എന്താ 3 ഉണ്ട് അല്ലേ? അപ്പൊ ഇനി 1 6 6. അപ്പൊ ഇവിടെ എന്താ 3 കിട്ടിയാലോ കൂട്ടിക്കഴിഞ്ഞപ്പോ. ഇനി ഇവിടെ നോക്ക്, 3 5 15, ശിഷ്ട 1 3 × 1 3 + 1 അല്ലേ 4. അപ്പൊ നമ്മുടെ ഉത്തരം എത്രയായി? 0 4. ഇവിടെ എത്രയായി? 5 540 എന്ന് കിട്ടി. നമുക്ക് എന്ത് കിട്ടി? 540 എന്ന് കിട്ടി. ഇനി നോക്ക് കഴിഞ്ഞോ? 540 ആണോ ഉത്തരം? അല്ല. എത്ര സ്ഥാനം മാറ്റിയായിരുന്നു ചോദ്യത്തിൽ പോയിന്റ് ഉണ്ടായിരുന്നേ? 2 സ്ഥാനം മാറ്റിയിട്ടാ. അപ്പൊ നമ്മൾ ഇവിടെ എന്ത് ചെയ്യണം? 2 സ്ഥാനം മാറ്റി പോയിന്റ് ഉണ്ട്. 1 2 5.40 5.40 ആണ് നമ്മുടെ ഉത്തരം. ഏതാ ഉത്തരം? അപ്പൊ ഇതിൽ നോക്കിയപ്പോൾ 5.40 ഇല്ല. ഈ 5.4 എന്ന് പറഞ്ഞാൽ എന്താണത്? 5.40 തന്നെയാണ് അല്ലേ?
പോയിന്റിന് ശേഷം എത്ര പൂജ്യം വേണമെങ്കിലും വലത്തോട്ട് ഇട്ട് കൊടുക്കാം. കാരണം എന്താ, അതിന് വിലയ്ക്ക് വ്യത്യാസം വരുന്നില്ല. നമ്മുടെ ഉത്തരം ഓപ്ഷൻ സി 5.40. ഓക്കെ ആണല്ലോ. ഈ ചോദ്യം നമുക്ക് വേറൊരു രീതിയിൽ ചെയ്യാമെന്ന് പറഞ്ഞത് എന്താണെന്ന് വിചാരിച്ചാൽ, ഈ ചോദ്യം നമുക്ക് ഇങ്ങനെ എഴുതാം. അതായത് 15 പോസ്റ്റ് കാർഡിൻ്റെ വില 2.25. നോക്ക്, 15 പോസ്റ്റ് കാർഡിൻ്റെ വില 2.25. പിന്നെ ചോദിച്ചേക്കണേ എന്താ, 36 പോസ്റ്റ് കാർഡിൻ്റെ വില എത്രയാണ് എന്നാ ചോദിച്ചേക്കണേ. എന്ത് ചെയ്താൽ മതി, നേരെ ക്രോസ് മൾട്ടിപ്ലൈ ചെയ്താൽ മതി. നേരെ ക്രോസ് മൾട്ടിപ്ലൈ ചെയ്യുക. എന്താ, 36 ഗുണിക്കണം 2.25 ഡിവൈഡഡ് ബൈ എന്ത് ചെയ്യുക, 15 ഇൻറ്റു സംഖ്യ. ആ സംഖ്യ അറിയില്ലല്ലോ, അപ്പം എന്ത് ചെയ്യുക, 15. ഓക്കെ ആണല്ലോ, എഴുതിയ മനസ്സിലായല്ലോ. എന്താ പറഞ്ഞത് 15 പോസ്റ്റ് കാർഡിൻ്റെ വില 2.25 രൂപയാണെങ്കിൽ 36 പോസ്റ്റ് കാർഡിൻ്റെ വില എത്രയാണെന്ന് ചോദിച്ചാൽ എന്ത് ചെയ്താൽ മതി, നേരെ ക്രോസ് മൾട്ടിപ്ലൈ ചെയ്താൽ മതി. 36 ഗുണിക്കണം 2.25 ഡിവൈഡഡ് ബൈ 15. ഓക്കെ ആണല്ലോ. ഇവിടെയും എന്ത് ചെയ്യും, 2.25 ആയിരിക്കണം 15 ചെയ്യും. അപ്പോൾ എത്ര നമുക്ക് കിട്ടുക, അല്ലെങ്കിൽ 36 ഗുണിക്കണം 2.25 ചെയ്യും. അതിനുശേഷം ഡിവൈഡഡ് ബൈ 15 ചെയ്യും. അപ്പോൾ നമുക്ക് ഉത്തരം എത്രയായിരിക്കും കിട്ടുക, എന്താ ഇങ്ങനെ പോയാലും 5.4 തന്നെ ആയിരിക്കും. അല്ലെങ്കിൽ 5.40. 5.40 ആണെങ്കിലും 5.4 എന്ന് പറഞ്ഞാലും എന്താണ്, ഒരേ വാല്യൂ ആണ്, മറക്കില്ലല്ലോ. അപ്പോൾ എങ്കിൽ അടുത്ത ചോദ്യം നോക്കാം. നോക്കുക, 1.7 ഗുണിക്കണം 0.0028 ഡിവൈഡഡ് ബൈ 0.068 ഗുണിക്കണം 0.014. ഇതെത്രയാണെന്നാ ചോദിച്ചേക്കണേ അല്ലേ. അപ്പോൾ നമ്മളിത് എങ്ങനെ എഴുതാറ് നോർമലി, ഞാൻ ജസ്റ്റ് ആ ക്വസ്റ്റ്യൻ അതേപോലെ എഴുതി. 1.7 ഗുണിക്കണം 0.0028 ഡിവൈഡഡ് ബൈ 0.068 ഗുണിക്കണം 0.014. ഇനി എന്താ നമ്മൾ ചെയ്യുക, നമ്മൾ എന്ത് ചെയ്യും, ദശാംശ സ്ഥാനങ്ങൾ എത്ര എണ്ണം ഉണ്ട് എന്ന് നോക്കും. അതിനു മുമ്പ് ആ സംഖ്യകൾ അതുപോലെ എടുത്തെഴുതും. എന്ത്, 17 ഗുണിക്കണം 28 ഡിവൈഡഡ് ബൈ എന്താണ്, 68 ഗുണിക്കണം 14. ആ സംഖ്യകളെ മാത്രം ഞാൻ എടുത്തെഴുതി. ഇത് എഴുതിയ മനസ്സിലായല്ലോ. 1.7 ആ പോയിന്റ് നോക്കാതെ ആ സംഖ്യകൾ എടുത്തെഴുതി. ഓക്കെ ആണല്ലോ. എങ്കിൽ ഇനിയുള്ളത് ശ്രദ്ധിക്കുക. ഇവിടെ എത്ര ദശാംശ സ്ഥാനങ്ങളാണ് മാറ്റി പോയിന്റ് ഇട്ടേക്കണേ, 1 2 3 4 5. മേലെ എത്രയാണ്, ടോട്ടല് 5 ദശാംശ സ്ഥാനങ്ങൾ മാറ്റിയാണ് പോയിന്റ് ഇട്ടേക്കണത്. അത്രയും പൂജ്യങ്ങളുള്ള സംഖ്യ വെച്ചിട്ട് എന്ത് ചെയ്യുക, താഴെ ഗുണിക്കണം. മേലെ എത്രയാ, 5 എണ്ണമാണല്ലോ. അപ്പൊ താഴെ എത്രയായിരിക്കും, താഴെ 5 പൂജ്യങ്ങൾ ഉണ്ടായിരിക്കും. ഒന്നുകിൽ അങ്ങനെ ചെയ്യാം, അല്ല എങ്കിൽ ഇവയുടെ വ്യത്യാസം എടുത്തിട്ട് വേണമെങ്കിലും ചെയ്യാം. പക്ഷെ അതിനേക്കാൾ കുറച്ചുകൂടി കൺവീനിയന്റ് എന്ന് പറയുന്നത് ഇതായിരിക്കും. അപ്പൊ ഇത് മാത്രം ശ്രദ്ധിച്ചാൽ മതി. നമ്മൾ ആദ്യം എന്ത് ചെയ്യുക, ഈ 17 × 28 എന്ന് എഴുതി. എന്നിട്ട് എന്ത് ചെയ്യുക, മേലെ എത്ര പോയിന്റ് മാറ്റിയിട്ട് എത്ര ദശാംശ സ്ഥാനങ്ങളാ, 1 2 3 4 5. അപ്പൊ എത്ര പൂജ്യം ഉണ്ടായിരിക്കണം, 5 പൂജ്യം ഉണ്ടായിരിക്കണം. അത് എവിടെ ഗുണിക്കണം, താഴെ ഗുണിക്കണം. 1 2 3 4 5. ഓക്കെ ആണല്ലോ. 1 2 3 4 5 പൂജ്യങ്ങൾ. ഓക്കെ ആണല്ലോ. എങ്കിൽ ഇനി അതേപോലെ ശ്രദ്ധിച്ചോ. താഴത്തെ കാര്യം ശ്രദ്ധിച്ചോ. ഇവിടെ എത്രയുണ്ട്, 1 2 3 4 5 6. താഴെ എത്ര ദശാംശ സ്ഥാനങ്ങളാ, 6 ദശാംശ സ്ഥാനങ്ങളാ. താഴെ 6 ദശാംശ സ്ഥാനങ്ങളാണെങ്കിൽ അത്രയും പൂജ്യങ്ങൾ എവിടെ ഗുണിക്കണം, മേലെ ഗുണിക്കണം. അതിൻ്റെ ഒപ്പം ഒന്നും ഉണ്ടേ. അപ്പൊ എന്താണ്, 1 ഇട്ടു. എത്ര പൂജ്യം വേണം, 6 എണ്ണം വേണം. 1 2 3 4 5 6. ഇങ്ങനെ ഒന്ന് എഴുതി ശീലിച്ചോ, കുഴപ്പമില്ല കേട്ടല്ലോ. ഇതൊന്നും കൂടി ഞാൻ പറയാം. എന്താ ചെയ്തത്, ആദ്യം ഞാൻ എന്ത് ചെയ്തു, ഫുള്ള് പറയാം. ആദ്യം ഞാൻ 1.7 ഗുണിക്കണം 0.0028 പകരം ഞാൻ ആദ്യം എന്തെഴുതി, ആ സംഖ്യകളെ മാത്രം എടുത്തെഴുതി. 17 ഗുണിക്കണം 28 എന്നെഴുതി. അതുപോലെ എന്ത് ചെയ്തു, 0.068 പകരം ഞാൻ എന്തെഴുതി, 68 എന്നെഴുതി. 0.014 പകരം ഞാൻ എന്തെഴുതി, അതിലുള്ള 14 എഴുതി. ഇനി നോക്ക് ഇനി എന്താ ചെയ്യുന്നത്, മേലെ എത്രയാണ്, 1
2 3 4 5 ദശാംശ സ്ഥാനങ്ങളാണല്ലോ മേലെ ഉള്ളത്. അംശത്തിലുള്ളത് എത്ര? 5 ദശാംശ സ്ഥാനങ്ങളാണല്ലോ. അപ്പോൾ 5 പൂജ്യങ്ങൾ വെച്ചിട്ട് 1 കഴിഞ്ഞിട്ട് 1 2 3 4 5 പൂജ്യങ്ങൾ വെച്ചിട്ട് എവിടെ ഗുണിക്കണം? താഴെ ഗുണിക്കണം. അതേപോലെ എന്ത് ചെയ്യുക? താഴെ എത്ര ദശാംശ സ്ഥാനങ്ങൾ? 1 2 3 4 5 6 എണ്ണാണല്ലോ. അപ്പം എത്ര പൂജ്യം വേണം? 6 പൂജ്യം വേണം. അപ്പം നോക്ക്, 1 കഴിഞ്ഞിട്ട് 6 പൂജ്യം വേണം. 1 2 3 4 5 6. ഇത് ചെയ്താൽ നമ്മുടെ ഉത്തരമായി. അപ്പം ആദ്യം ആ പൂജ്യങ്ങളുടെ പരിപാടി നമുക്ക് ചെയ്യാം അല്ലേ? ഈ പൂജ്യങ്ങൾ എത്ര? ഇവിടെ 5 പൂജ്യം ഉണ്ട്, ഇവിടെ 6 പൂജ്യം ഉണ്ട്. അപ്പോൾ വെട്ടാലോ? ഇത് വെട്ടിക്കഴിഞ്ഞപ്പോൾ മേലൊരു 10 എന്ന് മാത്രമായി. 10 എന്ന് മാത്രമായല്ലോ. അതായത് 1 2 3 4 5 പൂജ്യം എവിടെയും വെട്ടി, മേലെ 5 പൂജ്യം വെട്ടിക്കളഞ്ഞു. ഓക്കെ ആണല്ലോ. ഇനി അടുത്തത്, ഇനി നമുക്ക് ബാക്കിയുള്ള നോക്കാം. 28/14 വെട്ടാലോ? ഇതിനെ വെട്ടിക്കഴിഞ്ഞാൽ എത്ര കിട്ടുക? 2 എന്ന് കിട്ടും. ഇനി നോക്ക്, 68ഉം 2ഉം ഉണ്ട് അല്ലേ? അപ്പോൾ ഇത് വെട്ടാലോ? ഇത് വെട്ടിയാൽ എത്ര കിട്ടുക? 68ന്റെ പകുതി എത്രയാ? 34 ആണല്ലോ. ഇനി ഇതാക്കുന്ന 17ഉം 34ഉം വെട്ടാലോ? 1. ഇവിടെ എത്രയാ? 2. അതായത് നമ്മുടെ ഉത്തരം എന്തായി? 10/2. ഉത്തരം 5. നമ്മുടെ ഉത്തരം ഓപ്ഷൻ ബി 5. ഓക്കെ ആണല്ലോ. എങ്കിൽ അടുത്ത ചോദ്യത്തിലേക്ക് പോവാം. ഈ ചോദ്യം നോക്കുക. വിട്ട ഭാഗം പൂരിപ്പിക്കുക എന്നാണ് പറയുന്നത്. AYIN BWLM DUOL, പിന്നെ നമുക്കൊരു മിസ്സിംഗ് ആയിട്ടുള്ളൊരു പീസ് ഉണ്ട്, പിന്നെ KQUJ ആണ് ചോദ്യം. ഇത് ചെയ്യാൻ വേണ്ടിയിട്ട് ആദ്യം തന്നെ നമ്മൾ എന്ത് ചെയ്യുക? ABCD ഒന്ന് എഴുതി വെച്ചേക്കാം അല്ലേ? ഇപ്പം ഞാൻ ആ ABCD അതുപോലെ എഴുതിയിട്ടുണ്ട്. ഇനി നോക്കുകയാണെന്നുണ്ടെങ്കിൽ ABD എന്നല്ലേ? ABD എന്നാണ് പോകുന്നത്. അപ്പോൾ നമ്മൾ നോക്കുകയാണെങ്കിൽ ആദ്യം A ഒരു +1 ചെയ്ത് B കിട്ടി. അത് കഴിഞ്ഞിട്ട് +2 ആണ് ഇവിടെ നടക്കുന്നത്. ഇനി അടുത്തത് എന്താണ്? നമുക്കറിയില്ല. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യുന്നത്? ജസ്റ്റ് ഒരു +3 എന്നുള്ള മാതിരി കൊടുത്ത് ഇനി എന്ത് ചെയ്യുന്നു? അപ്പോൾ +4 ആയിരിക്കും. ഇനി അപ്പോൾ എത്രയാണ്? 1 2 3 4. ഓക്കെ, +4. അപ്പോൾ അതെന്താണ്? നമുക്ക് ഫസ്റ്റ് ലെറ്റർ ഏതായിരിക്കും? G ആവാൻ എന്തുണ്ട്? നല്ല സാധ്യതയുണ്ട് അല്ലേ? ഫസ്റ്റ് ലെറ്റർ ഏതാണുള്ള സാധ്യതയുണ്ട്? G ആവാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ ഞാൻ അടുത്ത് എന്താണ്? ആദ്യം AB ആയത് +1 ആണ്. ഇനി അടുത്ത എന്താ? BD ആയത് +2 ആണ്. DG ആയത് +3 ആണ്. അടുത്തത് +4 ചെയ്തപ്പോൾ K കിട്ടുന്നുണ്ട്. അപ്പോൾ എന്തായിരിക്കും? G ആയിരിക്കും എന്ത്? ആദ്യത്തെ ലെറ്റർ എന്ന് പറയുന്നത്. എങ്കിൽ അടുത്തത് നോക്കുകയാണെന്നുണ്ടെങ്കിൽ അടുത്തത് Y എന്താണ്? WU, പിന്നെ ഇനി Q ആണ് വരുന്നത് അല്ലേ? YW അങ്ങനെ പോണേ. അപ്പോൾ നോക്കുകയാണെങ്കിൽ Y എവിടെ? Y ഇതാ ഇവിടെ. Y എന്താ? W. ഇവിടേക്ക് വരുന്നപ്പോൾ എന്താ? -2 ആണ് അല്ലേ? ഇനി നോക്ക്, ഇനി അടുത്തത് ഏതാ വരുന്നത്? YWU ആണ് വരുന്നത്. U എവിടെ? ഇതാക്കുന്നു. അതും -2 തന്നെയാണ്. അപ്പം ഇനി ജസ്റ്റ് എന്തായിരിക്കും? -2 തന്നെ ആയിരിക്കും. അടുത്ത് -2 ചെയ്താൽ എത്ര? S ആണ് വരിക. ഇനി ഒന്നിടവിട്ട് തന്നെ, ഒന്നിടവിട്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ Q ആണ് വരുന്നത്. അപ്പോൾ ഇതും കറക്റ്റ് ആണല്ലോ. അപ്പോൾ അതെന്തായിരിക്കും നമ്മുടെ സംഖ്യ എന്ന് പറയുന്നത്? സോറി, അക്ഷരം എന്ന് പറയുന്നത് S ആയിരിക്കും. എന്ത്? രണ്ടാമത്തെ S ആയിരിക്കും. നമുക്ക് ആകെ ഓപ്ഷനിൽ GS തുടങ്ങുന്ന ഒറ്റ ഒന്നുള്ളൂ. എന്ത്? GSRK. എങ്കിൽ കൂടി എന്ത് ചെയ്യാം? അടുത്തും കൂടി നോക്കി നോക്കാം. അടുത്ത് നോക്കുകയാണെന്നുണ്ടെങ്കിൽ നോക്കൂ, ILU സോറി O അങ്ങനെ പോണേ. I എവിടെ? ഇതാ I ഇവിടെയാണ് അല്ലേ? IL ആണ്. അപ്പം എന്താ ഇവിടെ നടക്കണേ? +3 ആണ് വരുന്നത്. ഇനി L കഴിഞ്ഞിട്ടോ? L കഴിഞ്ഞിട്ട് ഇനി O ആണ് വരുന്നത്. L കഴിഞ്ഞിട്ട് 1 2 3 +3 ചെയ്യുന്നത് തന്നെയല്ലേ അവിടെ? അവിടെ എന്താണ്? +3 ആണ്. അപ്പോൾ ഇനി ഒരു +3 ചെയ്ത് നോക്ക്. 1 2 3. അപ്പോൾ ഇനി അടുത്തേതാ? 6. അപ്പോൾ നമ്മൾ എന്തായിരിക്കും അടുത്തത്? GSR. ഇനി അടുത്തത് ഏതാണ് ചെയ്യുന്നത്? Nൻ്റെ കാര്യം നോക്കുകയാണെന്നുണ്ടെങ്കിൽ അടുത്തത് ഏതാ? N ആണ് അല്ലേ? Nൻ്റെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ എവിടെ? N എവിടെ? ഇതാക്കുന്ന Nൻ്റെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ അടുത്തത് വരുന്നത് M ആണ്. Nൻ്റെ തൊട്ട് ബാക്കിൽ അല്ലേ? അപ്പോൾ എന്താ? -1 ആണ്. അപ്പോൾ ഇനി അടുത്തതിൽ വരുന്നത് എന്താണ്? L ആ വരുന്നത്. വീണ്ടും ഒരു -1 ആണ്. ഇനി അടുത്ത എന്തായിരിക്കും? -1 എന്നാൽ ഏതാ വരിക? K ആണ് വരിക. GSRK. നമ്മുടെ ഉത്തരം ഓപ്ഷൻ A ആയിരിക്കും. ഓപ്ഷൻ A GSRK ആയിരിക്കും നമ്മുടെ ഉത്തരം. ഇത് ഇച്ചിരി പാടാണോ അല്ലേ? പക്ഷെ നമുക്കിത് വരച്ചു നോക്കിയാൽ നിങ്ങൾക്ക് ഐഡിയ കിട്ടും കേട്ടോ. എങ്കിൽ അടുത്ത ചോദ്യം നോക്കാം. അടുത്ത ചോദ്യം ഇത് നമ്മൾ പറഞ്ഞു മടുത്തതാണ്. ഈ ചോദ്യം നിങ്ങൾ എന്തായാലും ഈ ഭാഗം പഠിച്ചിരിക്കണം. അഭാജ്യ സംഖ്യകൾ എന്താ നിങ്ങൾ പഠിക്കണം എന്ന് ഞാൻ ഇഷ്ടം പോലെ തവണ പറഞ്ഞ. ഒറ്റയാൻ ആരും എന്നാ പറഞ്ഞേക്കണേ? ആരാ ഒറ്റയാൻ? നിങ്ങൾക്കറിയാം 2 3 5 7 എന്നൊക്കെ കണ്ടാൽ തന്നെ അറിയാം എന്താണത്? അഭാജ്യ സംഖ്യയാണ്. അഭാജ്യ
സംഖ്യയാണ് എന്ന് നിങ്ങൾക്ക് അറിയാലോ, നമുക്കറിയാം അല്ലേ. അപ്പൊ നമ്മൾ എന്ത് ചെയ്യൂ, ഇതാക്കുന്നത് ഇവിടെ ഒരു 8. ഈ 8 ആരല്ല, അഭാജ്യ സംഖ്യയല്ല. അഭാജ്യ സംഖ്യ എന്ന് പറഞ്ഞാൽ എന്താ, ഒന്നോ ആ സംഖ്യയോ മാത്രമേ അതിൻ്റെ ഘടകങ്ങളായിട്ട് വരുള്ളൂ. ഘടകം എന്ന് പറഞ്ഞാൽ ഒന്നിനെ കൊണ്ടോ അല്ലെങ്കിൽ ആ സംഖ്യനെ കൊണ്ടോ മാത്രമേ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, ആ അഭാജ്യ സംഖ്യേനെ എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, നിശേഷം ഹരിക്കാൻ പറ്റുള്ളൂ. ഹരിക്കുമ്പോൾ ശിഷ്ടം 0 വരുള്ളൂ, ബാക്കി ഒന്നിനെ കൊണ്ട് അങ്ങനെ ചെയ്യാൻ പറ്റില്ല. ഓക്കെ ആണല്ലോ. അപ്പൊ എന്താണ് നമ്മുടെ ഉത്തരം, 8 ആണ്. 8 അഭാജ്യ സംഖ്യ അല്ല, ബാക്കിയുള്ളതൊക്കെ ആരാ, അഭാജ്യ സംഖ്യ. എല്ലാത്തിലും ചോദിക്കുന്നുണ്ട് അഭാജ്യ സംഖ്യ അല്ലേ. എങ്കിൽ അടുത്ത ചോദ്യം നോക്കാം. ഇതാക്കുന്നു നമ്മുടെ 10ാമത്തെ ചോദ്യം. 10, 7, 4 എന്ന് ഇങ്ങനെ പോവുകയാണ്, തുടർന്ന് പോവുകയാണ്. എന്ന ശ്രേണിയിലെ 25ാം പദം ഇതെന്താണ്, അരിത്മെറ്റിക് പ്രോഗ്രഷൻ ആണ് അല്ലേ, സമാന്തര ശ്രേണിയാണ്. അപ്പൊ നോക്ക്, ഇവിടെ നോക്ക്, 10, 7, 4 സംഖ്യ പോണത് എങ്ങനെയാ, 10, 7, 4 അങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇതിന്റെ പൊതുവ്യത്യാസം എന്ന് പറഞ്ഞൊരു സാധനം ഉണ്ടല്ലോ. പൊതുവ്യത്യാസത്തിന് നമ്മൾ എങ്ങനെ വിളിക്കുക, ഡി എന്നാണ് നമ്മൾ എന്ത് വിളിക്കുക, പൊതുവ്യത്യാസത്തിനെ വിളിക്കുക. എന്താണ്, ഡി എന്നാണ് പൊതുവ്യത്യാസത്തിന്. ഡിഫറൻസ് എന്നുള്ള ഡി ആണ് കേട്ടോ. അപ്പൊ ഡി എന്താണ്, പൊതുവ്യത്യാസമാണ്. ഓക്കെ ആണല്ലോ, അത് മറക്കില്ലല്ലോ. ഡി എന്താ, പൊതുവ്യത്യാസമാണ് എന്ത്, ഡി എന്ന് പറയുന്നത്. അപ്പൊ ഇനി നോക്ക്, 10, 7, 4 ഇതിലിപ്പോ പൊതുവ്യത്യാസം എന്ന് പറഞ്ഞാൽ എന്താ, സമാന്തര ശ്രേണി എന്ന് പറഞ്ഞാൽ എന്താണ്, ഒരു പൊതുവ്യത്യാസം ഇങ്ങനെ കൂടി പോവേ കുറഞ്ഞു പോവേ ഉണ്ടാവും. അപ്പൊ ഇവിടെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ 10 7 ആയി, 7 4 ആയി. അപ്പൊ ഇവിടെ ഉണ്ടാവുന്നത് പൊതുവ്യത്യാസം എന്ന് പറയുന്നത് എന്താണ്, -3 ആണ്. മനസ്സിലായോ? 10ൽ നിന്ന് 7 പോവുക, 10ൽ നിന്ന് 3 പോകുമ്പോഴാണ് എന്ത്, 7 ആവണത്. ഓക്കെ ആണല്ലോ. 7ൽ നിന്ന് 3 പോകുമ്പോഴാണ് എന്ത്, 4 ആവുന്നത്. അപ്പൊ നമ്മുടെ പൊതുവ്യത്യാസം എത്രയാണ്, -3 ആണ്. ഇനിയിപ്പോ ഫോർ എക്സാമ്പിൾ 4, 7, 10 അങ്ങനെയായിരുന്നു ചോദ്യം എന്നെങ്കിൽ എങ്ങനെയാണ്, 10 ഇങ്ങനെ തുടർന്ന് പോവാണെന്നുണ്ടെങ്കിൽ ഇതിന്റെ പൊതുവ്യത്യാസം എത്രയാണ്, 4 + 3 ആണ് എന്ത്, 7. അപ്പൊ അതിന്റെ പൊതുവ്യത്യാസം എത്രയാണ്, മനസ്സിലായല്ലോ. അതായത് ഇത് ചെയ്യാൻ വേണ്ടിയിട്ട് എന്ത് ചെയ്താൽ മതി, പൊതുവ്യത്യാസം കിട്ടാൻ വേണ്ടിയിട്ട് എന്ത് ചെയ്താൽ മതി, രണ്ടാമത്തെ പദം കുറയ്ക്കണം ആദ്യ പദം. ഓക്കെ ആണല്ലോ. ഇതാണ് സംഭവം. എന്താണ്, രണ്ടാം പദം കുറയ്ക്കണം ആദ്യ പദമാണ് എന്ത്, പൊതുവ്യത്യാസം. അപ്പൊ ഞാൻ അതിനൊന്ന് പറഞ്ഞു എന്നേ ഉള്ളൂ. അപ്പൊ നോക്കുകയാണെന്നുണ്ടെങ്കിൽ 7 കുറയ്ക്കണം 10 എത്രയായിരിക്കും, -3 ആയിരിക്കും. മനസ്സിലായല്ലോ. ഇങ്ങനെയാണ് ഇത് കണ്ടുപിടിക്കണത്. അപ്പൊ അതും നമ്മൾ പറഞ്ഞു. അപ്പൊ എന്താണ്, പൊതുവ്യത്യാസം എത്രയാണ്, -3 ആണ്. ഇനി നോക്ക് ആദ്യ പദം ഏതാ, ആദ്യ പദം എ ആണെന്ത്, ആദ്യ പദം എന്ന് പറയുന്നത് എന്താണ്, എ ആണ്. എ ആണെന്ത്, ആദ്യ പദം എന്ന് പറഞ്ഞാൽ ഡിനോട്ട് ചെയ്യണത്. നമ്മൾ ഡി എന്ന് പറയുന്നത് പൊതുവ്യത്യാസം, ആദ്യ പദം എന്ന് പറയുന്നത് എ. ഏതാ, ആദ്യത്തെ പദം ഏതാ, അവിടെ 10 ആണല്ലോ. അപ്പൊ നമ്മുടെ ആദ്യ പദം ഏതാ, 10 ആണ്. ഓക്കെ ആണല്ലോ. ഇപ്പൊ ഇത് മനസ്സിലായല്ലോ. ആദ്യ പദത്തിന് നമ്മൾ എന്താ വിളിക്കുക, എ എന്നാണ് വിളിക്കുക. അത് എത്രയാണ്, 10 ആണ്. പൊതുവ്യത്യാസം എന്ന് പറഞ്ഞാൽ എന്താണ്, രണ്ടാമത്തെ പദം കുറയ്ക്കണം ആദ്യത്തെ പദം. രണ്ടാമത്തെ പദം എത്ര, 7 ആണ്. ആദ്യ പദം എത്ര, 10 ആണ്. 7 10 പോയാൽ -3 ആണ്. ഓക്കെ ആണല്ലോ. എങ്കിൽ നോക്കിക്കോ, ഇനി എന്താ ചെയ്യേണ്ടത്, നമുക്ക് വേണ്ടത് 25ാമത്തെ പദമാണ്. അതായത് 25ാമത്തെ പദത്തിന് നമുക്ക് A25 എന്ന് എഴുതാം. അല്ലെങ്കിൽ ഒരു ഇക്വേഷൻ ഉണ്ട്, പഠിച്ചോ. സമാന്തര ശ്രേണിയിലെ n-ാം പദം കാണാൻ. എന്താണ് n-ാം പദം, അതായത് ഇപ്പോൾ 25 ആണെങ്കിൽ 25ാം പദം, 100 ആണെങ്കിൽ 100ാം പദം. ഓക്കെ ആണല്ലോ. സമാന്തര ശ്രേണിയിലെ n-ാം പദം കാണാൻ എന്ത് ചെയ്താൽ മതി, an = a + n-1 × d. എന്താണ് പദം, an, അതായത് n-ാം പദം സമം a + n-1 ഗുണിക്കണം d പൊതുവ്യത്യാസം. അപ്പൊ ഇവിടെ വാല്യൂസ് ഒക്കെ നിങ്ങൾക്ക് അറിയാം. അപ്പൊ പറ, a എത്രയാ, 10 കൂട്ടണം n എത്രയാ, 25. n-ാം പദം എന്ന് പറഞ്ഞാൽ 25ാം പദം. n എത്രയാ, 25 കുറയ്ക്കണം 1, n-1 ചെയ്തല്ലോ. ഗുണിക്കണം ആരാ, d എത്രയാ, -3 ചെയ്ത. മനസ്സിലായല്ലോ. എങ്കിൽ പറ, ഇത് ബാക്കി ഗുണിച്ചെഴുതാലോ അല്ലേ. 10 കൂട്ടണം, ഇനി എന്താ, 25 ഗുണിക്കണം, 25 1 പോയാൽ 24 24 ഗുണിക്കണം -3. ഒന്നും കൂടി എഴുതാം. എങ്ങനെ,
10 കൂട്ടണം 25 1 പോയാൽ 24 ഗുണിക്കണം -3. അപ്പം നമ്മൾ ആദ്യം എന്താ ചെയ്യേണ്ടത്? കൂട്ടണം ചെയ്യേണ്ടത്, അല്ല ഗുണിക്കുകയാണ് ചെയ്യേണ്ടത് അല്ലേ? 24 ഗുണിക്കണം -3 ചെയ്യണം അല്ലേ? 10 24 ഗുണിക്കണം -3 എന്ന് പറഞ്ഞാൽ എത്രയാ? 72 ആണ്. 24 3 കൊണ്ട് ഗുണിച്ചാൽ കിട്ടുക എത്ര? 72. പക്ഷെ ഇവിടെ ഒരു പ്രശ്നമുണ്ട്, മൈനസ് ഉണ്ട്. ഒരു പോസിറ്റീവ് സംഖ്യയും ഒരു നെഗറ്റീവ് സംഖ്യയും, അതായത് ഒരു പോസിറ്റീവ് സംഖ്യ ഗുണിക്കണം ഒരു നെഗറ്റീവ് സംഖ്യ എന്ന് പറഞ്ഞാൽ ഉത്തരം എന്തായിരിക്കും? രണ്ടും കൂടി ഗുണിച്ചിട്ട് നെഗറ്റീവ് ഇട്ട് കൊടുക്കുക, അല്ലെങ്കിൽ ആ മൈനസ് സൈൻ ഇട്ട് കൊടുക്കുക. അപ്പൊ നമ്മുടെ ഉത്തരം എന്തായിരിക്കും? 24 ഗുണിക്കണം 3 എത്രയാ? 72. വെറും 72 അല്ല, -3 കൊണ്ടാ ഗുണിച്ചത്. അപ്പൊ -72. അപ്പൊ ഉത്തരം എത്രയാണ്? 10 കുറയ്ക്കണം 72 എന്ന് പറഞ്ഞാൽ 10 എന്താ? പോസിറ്റീവാ, 72 എന്താ? നെഗറ്റീവാ. രണ്ട് വ്യത്യസ്ത ചിഹ്നങ്ങളാണെങ്കിൽ എന്ത് ചെയ്താൽ മതി? വലുതിൽ നിന്ന് ചെറുത് കുറച്ചിട്ട്, വലുതേതാ? 72, ചെറുതേതാ? 10. വലുതിൽ നിന്ന് ചെറുത് കുറച്ചിട്ട് അപ്പൊ 72 10 പോയാൽ 62. വലുതിന്റെ ചിഹ്നം ഇട്ട് കൊടുക്കുക. വലുതിന്റെ ചിഹ്നം ഏതാ? -62 ആയിരിക്കും നമ്മുടെ 25ാമത്തെ പദം. ഉത്തരം ഓപ്ഷൻ ബി -62. ഉത്തരം ഓപ്ഷൻ ബി -62. നിങ്ങളിപ്പോൾ അത്യാവശ്യം കുറച്ച് കാലമായി ഇത് ചെയ്യുന്നുണ്ടെങ്കിൽ, ഇനി നോക്കിക്കോ, കുറച്ച് കാലമായി നിങ്ങളിത് ചെയ്യുന്നുണ്ടെങ്കിൽ നിങ്ങൾ ഈ ചോദ്യം നോക്കുമ്പോൾ 10 7 4 മൈനസിക്കാണ് പോണത്. പൊതു വ്യത്യാസം എന്താ? -3 അത് നിങ്ങൾക്ക് എന്തായാലും പെട്ടെന്ന് കാണുമ്പോൾ മനസ്സിലാവും, നിങ്ങൾ ചെയ്യുന്ന ആളാണെന്നുണ്ടെങ്കിൽ. കുറച്ച് കഴിഞ്ഞിട്ടുള്ള കാര്യമാണ് ഞാൻ പറയുന്നത്, ശ്രദ്ധിച്ചോ. 25ാമത്തെ പദം എന്ന് പറയുമ്പോൾ ഇവിടെ നമുക്കറിയാം 10 7 4, അടുത്തത് എത്രയായിരിക്കും? 1 ആയിരിക്കും. പിന്നെ മൈനസിലേക്ക് പോയി, 10 7 4 1, പിന്നെ മൈനസിലേക്ക് പോയി, 0 താഴെ പോയി. ഓപ്ഷൻ എടുത്തു നോക്ക്, 62 26 70 ഒക്കെ പോസിറ്റീവ് സംഖ്യകളാ. വരുമോ? ഇല്ല. ഇതൊന്നും ചെയ്യാതെ ഉത്തരം എഴുതാൻ പറ്റുന്ന ചോദ്യമായിരുന്നു, മനസ്സിലായോ? പക്ഷെ ഓപ്ഷൻസ് ഒക്കെ നെഗറ്റീവിലാണെന്നുണ്ടെങ്കിൽ ഓക്കെ, നമുക്കിത് അറിഞ്ഞിരിക്കണം. ഇത് പഠിക്കാതെ ഒരിക്കലും പോകണമെന്നല്ല ഞാൻ പറയുന്നത്. പക്ഷേ ഈ ചോദ്യം ചെയ്യാൻ ഒരിക്കലും ഇത് ചെയ്യാൻ നിൽക്കേണ്ട ആവശ്യമില്ല. ഇതിൻ്റെ കാര്യം മനസ്സിലാക്കിയാൽ മതി. ഓക്കെ ആണല്ലോ? അപ്പോൾ ഇത്രയും ചോദ്യങ്ങളായിരുന്നു, ഈ 10 ചോദ്യങ്ങളായിരുന്നു നമ്മുടെ മ്യൂസിയം അറ്റൻഡൻറ്റ് അതിൽ ഉണ്ടായിരുന്നത്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യാം? ഇനി നമുക്ക് വേറൊരു ക്ലാസ്സുമായിട്ട് വരാം. പിന്നെ അതുപോലെ തന്നെ നിങ്ങളൊരു കാര്യം ചെയ്യാം, നമ്മൾ ഇനി ഏത് ക്ലാസ്സാണ് ചെയ്യേണ്ടതെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ആവശ്യമായിട്ട് തോന്നുന്നത്, ഇപ്പോൾ നമ്മളിപ്പോൾ 10th പ്രിലിംസ് വരുന്നുണ്ട്, അതുപോലെ ദേവസ്വം LDC വരുന്നുണ്ട്, അല്ലെങ്കിൽ സെക്രട്ടേറിയറ്റ് അസിസ്റ്റൻറ്റ് വരുന്നുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ഏത് പരീക്ഷയ്ക്കാണ് താല്പര്യം, അല്ലെങ്കിൽ ഡിഗ്രി ലെവൽ പ്രിലിംസാണ് ഞാൻ ഉദ്ദേശിച്ചത്. അതുപോലെ CPO WCPO, അതുപോലെ എക്സൈസ് അതൊക്കെ വരാൻ പോകുന്നുണ്ട്, ഫയറൊക്കെ വരാൻ പോകുന്നുണ്ട്. അപ്പോൾ നിങ്ങൾക്ക്, നമ്മുടെ ആളുകൾക്ക് എന്താണ് വേണ്ടത് എന്നുള്ളത് നിങ്ങൾ എന്ത് ചെയ്യുക? കമൻ്റായിട്ട് പറയാം. ഞാനിത് ലാസ്റ്റ് പറയാൻ കാരണം, ഇത് ലാസ്റ്റ് വരെ കാണുന്ന ആളുകളാണ് നമ്മുടെ ആളുകൾ. അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യുക? നിങ്ങൾക്ക് ഏത് ക്ലാസ്സുകളാണ് ആവശ്യം അത് നിങ്ങൾ നമുക്ക് കമൻ്റായിട്ട് ഇടുക. അപ്പോൾ നമുക്ക് അതിനനുസരിച്ച് പറ്റുകയാണെന്നുണ്ടെങ്കിൽ ഒരു ടെലിഗ്രാം ഗ്രൂപ്പ് തുടങ്ങിയിട്ടോ ചാനൽ തുടങ്ങിയിട്ടോ എന്ത് ചെയ്യാം, അല്ലെങ്കിൽ വാട്സപ്പ് കൂടെയോ നമുക്ക് എന്ത് ചെയ്യാം, ഡെയിലി പ്രോബ്ലംസ് ചെയ്ത് നമുക്ക് അതിന് തക്ക ഒരു പ്രിപ്പറേഷൻ നടത്താൻ പറ്റുമെന്ന് നോക്കാം കേട്ടോ. സമയത്തിനനുസരിച്ചാണ് ചെയ്യാൻ പറ്റുള്ളൂ, എന്നാൽ കൂടി നമ്മളത് ശ്രമിക്കുന്നതാണ് കേട്ടോ. അപ്പോൾ എല്ലാവർക്കും നന്ദി, കേട്ടതിനും നമുക്ക് തരുന്ന സപ്പോർട്ടിനും എല്ലാത്തിനും നന്ദി. വളരെ സന്തോഷം. താങ്ക് യു.